കൂട്ടുകാർ ഇതുവരെ പറഞ്ഞ വേതാള കഥകൾ ഓർക്കുന്നുണ്ടോ? അടുത്ത കഥയുടെ പേര് വിവേകമില്ലാത്ത പ്രവൃത്തി. വേതാളത്തെ വിക്രമാദിത്യൻ വീണ്ടും തോളിലേറ്റി നടന്നപ്പോൾ അടുത്ത കഥയുടെ ഊഴമായി. സൗമ്യകം എന്ന രാജ്യത്ത് 4 കുമാരന്മാരുണ്ടായിരുന്നു. അവർ 4 പേരും അസാമാന്യ പാണ്ഡിത്യമുള്ള ഒരു യോഗിയുടെ കീഴിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. സഞ്ജീവനി പോലുള്ള മന്ത്രങ്ങൾ പലതും പഠിച്ചെടുത്ത അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വഗൃഹത്തിലേക്ക് തിരിച്ചു. വനാന്തർഭാഗത്തു കൂടിയുള്ള യാത്രക്കിടയിൽ അവർ ഒരു ജീവിയുടെ അഴുകിയ ജഡം കണ്ടു. ആ ജന്തു മരിച്ചിട്ട് കുറച്ചു കാലമായെന്ന് അവർ ഊഹിച്ചു. തങ്ങളുടെ ശാസ്ത്രജ്ഞാനം ഒന്ന് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. ചിതറിക്കിടന്ന അസ്ഥികൂടങ്ങൾ ഒരാൾ യോജിപ്പിച്ചു. രണ്ടാമൻ അവയെ മാംസം കൊണ്ട് പൊതിഞ്ഞു. നാലാമൻ അവയവങ്ങളെല്ലാം സ്വസ്ഥാനത്ത് പിടിപ്പിച്ചു. അതോടെ അതിൻ്റെ രൂപം പൂർണ്ണമായി. നാലാമൻ സഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് അതിന് ജീവൻ നൽകി. അതൊരു പുലിയായിരുന്നു. ഉറക്കം വിട്ടെഴുന്നേറ്റ പുലി മുന്നിൽ 4 മനുഷ്യരെ കണ്ടതോടെ അവരുടെ നേരെ കുതിച്ചു ചാടി. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ 4 പേരും ആയുധപ്രയോഗത്തിലൂടെ പുലിയെ കൊന്നു. ഹത്യ പാപമാണല്ലോ. ആ പുലിയെ കൊന്നതിൻ്റെ പാപം 4 പേരിൽ ആർക്കാണ് കൂടുതൽ? ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം. മറ്റു 3 പേരും ചേർന്ന് രൂപം പൂർണ്ണമാക്കിയതിന് ശേഷമാണല്ലോ നാലാമൻ അതിന് ജീവൻ നൽകിയത്. പുലിയാണെന്നറിഞ്ഞിട്ടും അത് തങ്ങളെ ആക്രമിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും അതിനെ ജീവിപ്പിച്ച നാലാമനാണ് കൊടിയ പാപം ചെയ്തത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. വേതാളം പിന്നെ സമയം കളഞ്ഞില്ല. അത് തിരിഞ്ഞൊരൊറ്റ ഓട്ടം. വിവേകമില്ലാത്ത പ്രവൃത്തി നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. അടുത്ത വേതാള കഥയുമായി ഉടനെ എത്താം.